ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഷോർട്ട് ബൈ ആമി. ഇന്ന് എൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ ജന്മദിനമാണ്. അപ്പം ഞാൻ എൻ്റെ അമ്പലത്തിൽ വന്ന് കുമളി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്ത്. ഇതാണ് ഞങ്ങളെ കുമളി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. അമ്പലത്തിൽ കയറി തൊഴുതതിന് ശേഷം നേരെ ഇറങ്ങി ഇനി വീട്ടിലോട്ട് പോകണം. ചന്ദനമൊക്കെ കിട്ടി. ഇതാണ് ഞങ്ങളെ കൃഷ്ണൻകോവിൽ. ഇനിയിപ്പോൾ ഉത്സവം ഈ മാസം ലാസ്റ്റ് തുടങ്ങാൻ പോകണം. അതുകൊണ്ട് പെയിൻറ്റിങ്ങിൻ്റെ പണിയൊക്കെ നടക്കുവാണ്. ഇനി നേരെ ആഴിമല ക്ഷേത്രത്തിലോട്ട്. ഞങ്ങൾ പിന്നെ നേരെ എത്തിയത് ആഴിമലയായിരുന്നു. ആഴിമല കുട്ടി തൊഴാൻ വേണ്ടി ഇങ്ങനെ വന്ന് ഇനി തൊഴുതിട്ട് ആഴിമലയൊക്കെ തൊഴുതിട്ട് നേരെ ഇറങ്ങി ഇനി വീട്ടിലോട്ട് പോകണം. ഇതാണ് ആഴിമല. ഇനി വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഇനി ഇപ്പുറത്ത് ഇവിടെ തൊഴാനുണ്ട്. ഇവിടെ കൂടെ തൊഴുതിട്ട് ആഴിമല എൻ്റെ ബാക്കാണ്. ഇതൊക്കെയാണ് വണ്ടിയൊക്കെ ഒതുക്കിയിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ. മീനു വീഡിയോയിൽ പതിയാൻ വേണ്ടി ഇങ്ങനെ കറങ്ങിയൊക്കെ വന്ന് നോക്കി. പിന്നെ ഞാൻ മാറ്റി പിടിച്ചപ്പോൾ വീണ്ടും പാവല് പിന്നെ എടുത്ത്. ഇതാണ് ഭഗവാൻ പ്രകൃതിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം പോലും സൗന്ദര്യപൂർണ്ണമായ കടൽത്തീരം. അങ്ങോട്ട് നേരെ വന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങി. വീട്ടിൽ പോയിട്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ സമയം താമസിക്കും. അതുകൊണ്ട് പപ്പടം, ദോശ എല്ലാം കൂടി, ഓംലേറ്റ് ഒക്കെ കൂടെ ആഴിമലയുടെ കുറച്ച് പുറത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. സിംഗിൾ മതിയായിരുന്നു. ഡബിൾ ഓംലേറ്റ് ഒക്കെ ഇറങ്ങുമ്പോൾ അപ്പം കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാം. ബർത്ത്ഡേ ആയിട്ട് പിന്നെ ഇന്ന് ഉച്ചത്തേക്ക് വേണ്ടി ചിക്കനാണ് മേടിച്ചത്. അങ്ങനെ ചിക്കൻ മേടിച്ച് ഇനി ചിക്കൻ കറി വയ്ക്കണം. അപ്പോൾ ഇതൊന്ന് ഫ്രഷ് ആക്കണം. ഇതാണ് ചിക്കൻ. ഇനി ചിക്കനൊന്ന് ഫ്രഷ് ആക്കണം. ഫ്രഷ് ആക്കിയിട്ട് കാണാം. ചിക്കൻ ഇങ്ങനെ തിളച്ചു മറിയുന്നു. എന്തോ ചെറിയ പാകപ്പിഴ പറ്റിയ പോലെ ഉണ്ട്. ചിക്കൻ വെളുത്തതുപോലെ ഇരിക്കണം. എന്തായാലും കുറച്ചും കൂടെ വറ്റാനൊക്കെ ഉണ്ട്. അപ്പം വറ്റിയിട്ട് നോക്കാം. അപ്പം പായസത്തിനുള്ള സംഭവങ്ങൾ ചെയ്യാൻ നോക്കാം. മീൻ പായസത്തിനുള്ള റെഡിയാക്കി കൊണ്ടിരിക്കുന്നത്. ഒരു മണിക്കൂറായി കൊച്ചിൻ്റെ പായസം ശരിയാക്കാൻ കൊടുത്തിട്ട്. ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ബ്രോ വന്നത്. ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റുമായിട്ട്. എന്താ ഉണ്ണിക്കുട്ടന് ഗിഫ്റ്റ് കിട്ടി. അങ്ങനെ വിഷ്ണുവിൻ്റെ ഗിഫ്റ്റാണ്. തുറന്ന് നോക്ക്. ബ്ലാക്ക് ഷർട്ട്. ഇന്നലെ നമ്മൾ നോക്കിയ ഷർട്ടിൻ്റെ പോലെ ഇരിക്കണം. വാങ്ങിയില്ല, അത് ഇതാണ് വാങ്ങിയത്. അങ്ങനെ ഉണ്ണിക്കുട്ടന് ഒരു ഗിഫ്റ്റ് കിട്ടിയ ഷർട്ട്. പിന്നെ എൻ്റെ പായസം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് പായസമാണ് വച്ചത്. അതുകൊണ്ട് കുക്കറിൽ തന്നെ അങ്ങോട്ട് വെച്ച് പാൽപ്പായസം ഇനി കുറച്ചും കൂടെ സെറ്റാവാറുണ്ട്. ചിക്കൻ ഫ്രൈ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കണു. അപ്പം നല്ല പൂ പോലെ തപ്പം അതും സെറ്റായിക്കൊണ്ടിരിക്കണം. ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്കാണ്. ഇതാണ് ഉണ്ണിക്കുട്ടന് ബർത്ത്ഡേ കേക്കായിട്ട് അവൻ സെലക്ട് ചെയ്ത് തന്നെ. അയ്യോ, ഞാൻ സെലക്ട് ചെയ്ത ഒരു നീല കളറിലുള്ളതല്ലായിരുന്നു അമ്മയുള്ളത്. പിന്നെ എപ്പോഴും നീ ഇത് മാറ്റി. ഇന്നിതാ അമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എവിടെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ വിഷ്ണു ഇരിക്കണ്. ഉണ്ണിക്കുട്ട ഇങ്ങനെ കാലും ആട്ടി ഒരു മണ്ടന്മാരെ പോലെ ഇരിക്കുന്നത്. മീൻ ഇങ്ങനെ ചിരിച്ചിരിച്ച് ഇപ്പം കേക്ക് കിട്ടും എന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കണ്. ഞാനാണെങ്കിൽ ഇതാ കേക്കിന് കാവൽ നിൽക്കുന്നു. അപ്പം കേക്ക് കിട്ടിയാ ഗൈസ്.
തീ ഇത്തിരി കുറച്ച് അമ്മ കുറയ്ക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മ വാ, അമ്മ വാ, അമ്മ വാ. അത് എണ്ണ ഇപ്പൊ അവരെണ്ണ ഒഴിക്കാൻ പോയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. മധുര ഇല്ലാത്ത പോലെ കേക്ക് കേട്ടാ നല്ല കേക്ക്, നല്ല ടേസ്റ്റ്. അല്ല നിനക്കത് അറിയാനാ സത്യം ഞാൻ ഓട്ടോമാറ്റിക്കലി വെട്ടാൻ കുറഞ്ഞു. ഞാൻ ടച്ച് ചെയ്തു ഇപ്പഴി അവൻ ടച്ച് ചെയ്തു, ഞാൻ ടച്ച് ചെയ്തില്ല. ഓ ഉണ്ണിക്കുട്ടന് മീനുവിന്റെ വക ഗിഫ്റ്റാണ്. ഒരിക്കൽ കൊടുത്തതായിരുന്നു, പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി രണ്ടത് എല്ലാവർക്കും ചുമ. ഞാൻ ചിക്കൻ പൊരിക്കാൻ എണ്ണ കുറച്ച് കരിഞ്ഞു പോയി, അതിൻ്റെയാണ് ഉണ്ണിക്കുട്ടന് കിട്ടിയ ഗിഫ്റ്റ്. അടിപൊളി ഗിഫ്റ്റാണ് ഗൈസ്, അടിപൊളി ഗിഫ്റ്റ്. എന്നെ ഒരു തലങ്ങണയിലെടുത്ത് വെച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടെ ഉള്ള ഇത് വയ്ക്കേണ്ടന് മീനുവിന്റെ കയ്യശ്രം കണ്ട എവിടെ ഇതെന്തൊരു കരി വരച്ചിരിക്കണതാ മീനുവിന്. ഇതാണ് ഗൈസ് മീനുവിന്റെ ഗിഫ്റ്റ് ഉണ്ണിക്കുട്ടന്. എന്തിന് നമ്മളെയൊക്കെ ഇതിലെടുത്ത് വെച്ചേ കണ്ടേ. ഇങ്ങനെ പിന്നെ അവളെ സ്വന്തം കൈ കൊണ്ട് ഗിഫ്റ്റ് ഉണ്ടാക്കി അവളെ അപ്പച്ചിര മോന് കൊടുക്കണതാണ്. ഇതേപോലെ റിസ്ക് എടുത്ത് ആരും കൊടുക്കില്ല, സ്വന്തം അപ്പച്ചിര മോന് ഇങ്ങനെ ഒരു ഗിഫ്റ്റ്. അപ്പൊ എന്തോ അപലക്ഷണമൊക്കെ മുഴങ്ങുന്നുണ്ട് ഗൈസ്. ഗൈസ് സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ഗൈസ്. ആഹാ ദാ കളറൊക്കെ കണ്ടല്ലോ. എന്തൊക്കെയോ മേടിച്ച്. അല്ല ഇത് മീനുവിന്റെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഫ്രണ്ട്സ്. പതുക്കെ ക്ഷമയോടെ നിൽക്കും കുട്ടിയെ. മീനു അപ്പച്ചിയുടെ മോനെ എങ്ങനെ ഇതാക്കാന്ന് പറഞ്ഞ് എന്തോന്ന് സ്നേഹം പിടിച്ചു വാങ്ങാന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. ഇതാണ് ഞാൻ ഇംഗ്ലീഷ് വായിച്ച്. അയ്യ ഈ വീഡിയോയില് ഇതെല്ലാം വായിക്കണം കേട്ടോ. ഓർബിറ്റ് ഇത് ആര് ഓർബിറ്റ് വയ്ക്കും പാവം കഷ്ടം. സെന്റ് ഓഫീസ് കണ്ട ഗൈസ് ഇത്രയും ഗിഫ്റ്റ്. ആഹാ എല്ലാം രാത്രി വായിച്ചിട്ട് ഇത് ഹാപ്പി ബർത്ത്ഡേ ഹബ്ബി മൈ വേർഡ് ഗ്ലൗസ്. ഓ ആയിക്കോട്ടെ. അപ്പം എൻ്റെ ഉണ്ണിക്കുട്ടന് മീനുവിൻ്റെ വക ഗിഫ്റ്റൊക്കെ സ്വന്തം കൈ കൊണ്ട് എഴുതിയ ഗിഫ്റ്റ് ആയിരുന്നു. കീപ് ഇറ്റ് അപ്പ്. ഇനി ഫുഡ് കഴിക്കണം. ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രേമ അമ്മ ഇതാ എപ്പോഴും ഫുഡ് തരുമെന്ന് പറഞ്ഞ് ടി വിയും കണ്ടിങ്ങനെ നിൽക്കുവാണ്. വിഷ്ണു പിന്നെ അവന് അടുത്ത ആർക്ക് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാം
ഇതുപോലെ എന്നുള്ളത് നോക്കി അവ ഇരിക്കണം. അവൻ ഇതുവരെ ഒരു പെണ്ണിനൊപ്പം ഈ പെണ്ണ് കാണാൻ പോലും പോവാത്ത ചങ്ങായി. അങ്ങനെ അപ്പൊ ഫുഡ് കഴിക്കാം ഗൈസ്. അടുത്ത് ഫുഡ് വിളമ്പലാണ് ഗൈസ്. ഫുഡ് വിളമ്പൽ എൻ്റെ പോലത്തെ അപ്പം. എൻ്റെ മൂന്നേ ഒന്ന് രണ്ട്, എനിക്ക് രണ്ടെണ്ണം മതി. എനിക്ക് ഇപ്പോഴത്തേക്ക് രണ്ടെണ്ണം. കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കുന്നേ, അങ്ങോട്ട് നീങ്ങിന്നേ. മാതാശ്രീ എങ്ങോട്ട് അങ്ങനെ അല്ല 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 വെച്ചു. ചിക്കൻ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി. ചിക്കൻ കറി ഗൈസ്, ചിക്കൻ കറി. ഇതാണ് ചിക്കൻ കറി. കൊള്ളാം കേട്ടോ, കാണാൻ ഒരു ലുക്കില്ലെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തു ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്നതല്ല. അത് കുഴപ്പമില്ല അമ്മ. ക്ഷേത്രത്തിലേക്കൊരു അയ്യോ അത് മാറ്റി വയ്ക്കാം. ഇതില് അത് വീഡിയോ ഒരു അത് കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ചിക്കൻ, പിന്നെ ഇതാ എൻ്റെ പായസം. ഇതാണ് എൻ്റെ പായസം ഗൈസ്. അത് പിന്നെ എടുക്കാം. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഇതും കൂടെ എടുത്തിട്ടിടാം. ഇത് ചിക്കൻ ഫ്രൈ മാത്രം എന്തോ ഒരു അപശകുനം പറ്റി. ഞാൻ എപ്പോഴും ഇങ്ങനെ മീൻ ഫ്രൈ ചെയ്താലും ആക്ച്വലി ഇങ്ങനെ കരിയാറുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, അറിയാത്തോണ്ടായിരിക്കും. പിന്നെ എന്താ എന്തൊക്കെയോ അങ്ങനെ എൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത്ഡേക്കുള്ള എല്ലാ സംഭവങ്ങളും സെറ്റായി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം ഗൈസ്. കൈ മാത്രം കണ്ടില്ല. ഇതാണ് ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത്ഡേക്കുള്ള സ്പെഷ്യൽ. അമ്മയുടെ കൂട്ടുകാരിയാണ് വന്നത്. വെറുതെ വന്നവർ ഭയങ്കര സൗഹൃദ സംഭാഷണത്തിലായിരുന്നു. പിന്നെ പോവാൻ ഇറങ്ങിയപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുക്കുന്നതാണ്. നമുക്കൊന്നും ഇന്നത്തെ കാലത്തില്ലാത്തതാണ് സൗഹൃദവും ആത്മാർത്ഥതയും സ്നേഹവും. അമ്മാമ്മീൻ്റെ വീട് എൻ്റെ വീട് കഴിഞ്ഞിട്ടാണ്. പക്ഷെ കണ്ട സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. അമ്മയുടെ സന്തോഷം കണ്ടല്ലോ, അമ്മയുടെ ഫ്രണ്ട് വന്നിട്ട് പോയപ്പം. ആഘോഷം എല്ലാം ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരും വന്ന് ഒക്കെ വന്ന് തിരിച്ചു പോകുന്ന ഒരിതിലാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ആൾ. എത്ര